invite a very special guest. He is the Chief Metropolitan of the Knanaya Jacobite Syrian Orthodox Church, our sister diocese, based in Chingonam. Please help me welcome Archbishop Kyriakos Marsevidios. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ പിതാവായ മാർ മൂലക്കാട്ട് തിരുമനസ്സുകൊണ്ട് ശ്രേഷ്ഠ വൈദികരെ, സിസ്റ്റേഴ്സ്, കനാനായ സമുദായത്തിൻ്റെ ഊർജ്ജസ്വലരായ എല്ലാ പ്രിയപ്പെട്ട ഭാരവാഹികളെ, പ്രത്യേകിച്ചും ടോമി മാൽക്കരപ്പുറത്ത്, ഡോക്ടർ മാത്യൂസ് വർഗീസ്, മാത്യൂസ് ജോസഫ്, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, കാനഡയിലെ ടൊറൻറ്റോയിൽ വെച്ച് നടന്ന നോർത്ത് അമേരിക്കൻ ക്നാനായ കത്തോലിക്ക സമ്മേളനത്തിൽ ഞാൻ പറയുകയുണ്ടായി. ഇന്ന് ആളുകൾ എന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തും. റോസാ പുഷ്പം ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോൾ കാണാൻ വളരെ മനോഹരമായതുകൊണ്ടും അതിൻ്റെ സുഗന്ധം ഏറ്റവും അതുവഴി കടന്നു പോകുന്നവരെ അതിലേക്ക് ആകർഷിക്കുമെങ്കിലും അത് പറിച്ചെടുക്കുവാനുള്ളതായ ശ്രമത്തിൽ പലപ്പോഴും കയ്യിലെ മുള്ളുകൊണ്ട് മുറിവേറ്റ് ഇത് അപകടമാണ് എന്ന് മനസ്സിലാക്കി പുറകോട്ട് പോകേണ്ട സാഹചര്യം പോലെ ക്നാനായ സമുദായത്തിൻ്റെ അനുഗ്രഹീതമായ പാരമ്പര്യത്തെയും അതിൻ്റെ തനിമയെയും വ്യക്തിത്വത്തെയും മുറിപ്പെടുത്തുവാനോ തകർക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ കയ്യിൽ ശക്തമായ മുറിവുണ്ടാകും എന്ന് ഞാൻ അന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് അഭിമന്യ പിതാവായ മൂലക്കാട്ട് പിതാവിനോട് ചേർന്ന് ഞാൻ പറയട്ടെ, ഇന്ന് എന്നോട് പ്രത്യേകമായിട്ട് ടോമി മാൽക്കരപ്പുറത്ത് പറയുകയുണ്ടായി, ഇന്ന് 6000ഓളം പേരാണ്, ഓൾമോസ്റ്റ് 6000 പീപ്പിളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്ന് ഉണ്ടായിരുന്ന കാനഡയിൽ ഉണ്ടായിരുന്ന ടൊറൻറ്റോയിൽ ഉണ്ടായിരുന്നതായ ആ ആളിൻ്റെ എണ്ണം വെച്ച് സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ വളരെ കൂടുതലായി തീർന്നു. അതുകൊണ്ട് ഈ ക്നാനായ സമൂഹത്തെ ആർക്കും തളർത്താൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ഇത് വളരെയേറെ വളർന്ന് പന്തലിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അന്ന് കാനഡയിൽ അതാണ് പറഞ്ഞെങ്കിൽ ഈ ഷിക്കാഗോയെ, പ്രത്യേകിച്ച് ഷിക്കാഗോയിലാണ് ഈ സമ്മേളനമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഷിക്കാഗോയിലെ ആളുകൾ വലിയ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളുമാണ്. ഇവിടെ അതിശക്തമായിട്ട് ഈ മീറ്റിംഗ് നടക്കുമെന്ന് എനിക്കറിയാം. ഇത്രയും ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഈ മീറ്റിംഗ് നടത്തുമ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വളർച്ചയോട് ബന്ധപ്പെട്ട് പറയട്ടെ. അതായത് നാം ഒരു കാര്യത്തെ കടിച്ച് മുറിവേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം, നമ്മുടെ പല്ലുകൊണ്ട് ഒരു കാര്യത്തെ കടിച്ച് മുറിവേൽപ്പിക്കുവാൻ സാധിക്കുമെങ്കിലും അത് പാറക്കഷണത്തിനിട്ടാണ് കടിക്കുന്നതെങ്കിൽ പാറക്കഷണത്തിന് യാതൊരു തകർച്ചയും ഉണ്ടാകുകയില്ലെന്ന് മാത്രമല്ല, കടിക്കുന്നയാളിൻ്റെ പല്ല് ചിലപ്പോൾ കൊഴിഞ്ഞു പോകുമെന്നുള്ളതാ സത്യം. ഇന്ന് ക്നാനായ സമുദായം അതുപോലെ വളർന്നിരിക്കുകയാണ്.
ഇന്ന് ഈ സമൂഹത്തിന് ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ളതായ തകർച്ചയ്ക്കായിട്ട് ഇതിനെ ഏതെങ്കിലും വിധത്തിൽ പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചാൽ, ഇതിന് ഈ സമുദായത്തിന് അഭിമന്യ പിതാവ് മൂലക്കാട്ട് തിരുമനസ്സുകൊണ്ട് പറഞ്ഞതുപോലെ ഇതിന് മുറിവേൽക്കുക മാത്രമല്ല, പാപം കടിക്കുന്ന വ്യക്തിയുടെ പല്ലു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന് മൂലക്കാട്ട് പിതാവിനോട് ചേർന്ന് ദൈവജനമേ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ക്നാനായ സമുദായം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു സമുദായമാണ്. ഈ പാരമ്പര്യത്തിലെ ക്നാനായ കത്തോലിക്ക സമൂഹവും ക്നാനായ സുറിയാനി സമൂഹവും നമ്മൾ ഒന്നാണ്. നമ്മുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഒന്നാണ്. നമ്മൾ എഡേസ അല്ലെങ്കിൽ ഉറഹായിൽ നിന്ന് വന്നവരാണ്. നമുക്ക് പാടിപ്പുകഴ്ത്തുവാനുള്ളത് ക്നായിത്തോമായെയും ഉറഹാമാർ യൗസേപ്പ് മെത്രാനെയുമാണ്. നമ്മിൽ പിന്നെ എന്താ വ്യത്യാസമുള്ളത്? നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും ഒരേ കാര്യത്തിലാ ചെന്ന് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. അതുകൊണ്ടാകണമല്ലോ തീർച്ചയായിട്ടും കാനഡയിലും അതുപോലെ തന്നെ സാൻ ഫ്രാൻസിസ്കോയിലും അതിനെ തുടർന്ന് ഒർലാൻഡോയിലും ഇന്ന് ഷിക്കാഗോയിലുമൊക്കെയും തുടർച്ചയായിട്ട് ഈ ക്നാനായ കത്തോലിക്ക സമ്മേളനത്തിൽ ബലഹീനനായ ഞാനും വന്ന് സംബന്ധിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കണം. ഇവിടെ യാതൊരു വ്യത്യാസവും തീർച്ചയായിട്ടും അഭിമന്യ മൂലക്കാട്ട് പിതാവും ബലഹീനനായ എന്നെയും തമ്മിൽ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്, ക്നാനായ കത്തോലിക്ക സമൂഹത്തിനുണ്ടാകുന്ന എല്ലാ വളർച്ചയും ക്നാനായ സുറിയാനി സമൂഹത്തിനും, ക്നാനായ കത്തോലിക്ക സമൂഹത്തിനുണ്ടാകുന്ന എല്ലാ തളർച്ചയും ക്നാനായ സുറിയാനി സമൂഹത്തിനുമാണെന്ന് അസന്നിഗ്ധമായി നിങ്ങളുടെ സ്നേഹത്തോട് ചേർന്ന് ഞാൻ പറയട്ടെ. അതിനാൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വെല്ലുവിളികൾ എന്നും നമുക്കുണ്ട്. അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ, പക്ഷേ വെല്ലുവിളികളിൽ നമ്മൾ ഒരിക്കലും തളരുവാനായിട്ട് പാടില്ല. കാരണം വെല്ലുവിളികളിൽ കൂടെ വളരുകയാ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ലെന്ന് പറയുന്നത് പോലെ ക്നാനായ സമുദായം വാസ്തവത്തിൽ തീയിൽ കുരുത്തതാണ്. അതിൽ വെയിലിൽ വാടുകയില്ലെന്ന് പുറം ലോകം നമ്മെ എതിർക്കുവാൻ, നമ്മളെ അപകടത്തിലാക്കുവാൻ ശ്രമിക്കുന്നവർ അറിയുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞെങ്കിൽ ഹിയർ വി ഹാവ് എ ഡ്രീം അബൌട്ട് അവർ കമ്മ്യൂണിറ്റി. ആ ഡ്രീമിനെ തകർക്കുവാനായിട്ട് യാതൊരു വ്യക്തികൾക്കും സാധിക്കുകയില്ല. നമ്മുടെ ഇവിടെയുള്ള ഈ കൂടിവരവിനെ സംബന്ധിച്ച് ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, അഭിമാനത്തോടെ പറയട്ടെ, ടോമി ഒരു 6 മാസം മുമ്പ്, അരവർഷം മുമ്പ് തന്നെ ഞാൻ ഹൂസ്റ്റണിലായിരിക്കുമ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടു. അന്ന് വളരെ വികാരവായ്പയോടെ അദ്ദേഹം സംസാരിച്ചു ഷിക്കാഗോയിൽ നടക്കാൻ പോകുന്ന ക്നാനായ കത്തോലിക്ക സമ്മേളനത്തെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ആ മുഖത്ത് നിന്ന് ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ ഈ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ആ പ്രത്യേകതകൾ കാണുവാനായിട്ട് സാധിച്ചു. ഫേം ഡിറ്റർമിനേഷൻ, അതാണ് ഇന്ന് വാസ്തവത്തിൽ പൂവണിയുന്നത്. ഞാനിവിടെ ശ്രദ്ധിക്കുകയായിരുന്നു, നൂറുകണക്കിന് ആളുകൾ, അതുപോലെ നല്ല മുണ്ടും അതുപോലെ അവരെ പുരുഷന്മാർ ആ ധരിച്ചിരിക്കുന്നതായ പ്രത്യേകിച്ച് കേരളത്തനിമയിലുള്ള ഡ്രസ്സ്, നമ്മുടെ സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന കേരളത്തനിമയിലുള്ളതായ ആ ഡ്രസ്സ്, ഇവിടെ ചെണ്ടമേളം, പല പ്രൊഫഷണൽ ചെണ്ടമേളക്കാരെയും തോപ്പിക്കുന്നതായ ചെണ്ടമേളം നടത്തിയവരെല്ലാവരും ഒന്ന് കൈയടിച്ച് ആ ചെണ്ടമേളക്കാരെ നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാം. ഇവിടെ കൊച്ചു കുട്ടികൾ പോലും കാണിക്കുന്ന ആ പ്രത്യേക അവരുടെ ആ സ്പിരിറ്റ്, എക്സൈറ്റ്മെന്റ് ആ പ്രൊസഷനിൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് യുണീക്കായിട്ടുള്ള ഒരു നേച്ചറുണ്ട്. അത് അമേരിക്കൻ സമൂഹം തന്നെ ഇന്ന് ക്നാനായ സമൂഹത്തെ ഉറ്റുനോക്കുവാൻ തക്കവണ്ണമുള്ള യുണീക്ക് നേച്ചറാണ്. ഒന്നാമത് തന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ക്നാനായക്കാരെന്ന് പറയുന്നത് മറ്റ് പല സമൂഹങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സുന്ദരന്മാരും സുന്ദരികളുമാണ്. ഇന്നൊക്കെ നിങ്ങൾ ഇട്ടിരിക്കുന്നതായി ഈ പ്രത്യേക ഡ്രസ്സും കൂടെ വരുമ്പോൾ നാടൻ ഭാഷ
പറഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ടതില്ല. ആ വിധത്തിലെ വാസ്തവത്തിൽ ഈ കസേരയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഗ്ലിറ്റർ ചെയ്യുന്നുണ്ട്, വളരെ ഷൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എല്ലാ മുഖവും ഇരിക്കുന്നത്. അതുകൊണ്ട് അതിലൊക്കെയും നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരുപാട് സന്തോഷിക്കുവാനായിട്ട് വകയുണ്ട്. ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ, നമ്മളൊരു വേറിട്ട കമ്മ്യൂണിറ്റിയാണ്. സമൂഹത്തിലെ പൊതുസമൂഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായ വേറിട്ട തനിമയുണ്ട്. ആ പ്രത്യേകതകൾ മറ്റ് സമൂഹങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നിലനിൽപ്പിന് ഒരു വലിയ യത്നം ആവശ്യമാണ്. പലപ്പോഴും അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ ഒരു പോരാട്ടം പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നു. ആ പോരാട്ടം എത്ര തന്നെ ആവശ്യമായിട്ട് വന്നാലും നമ്മൾ അവസാന ശ്വാസം വരെയും അവസാന തുള്ളി രക്തം ചിന്തിയാലും നമ്മുടെ ജ്ഞാനായ തനിമയും പാരമ്പര്യവും ദൈവത്തിൽ സമർപ്പിച്ച് പരിശുദ്ധ സഭയോട് ചേർന്ന് സഭയുടെ സത്യവിശ്വാസത്തെയും സഭയുടെ കൂദാശകളെയും സഭ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളെയും ചേർന്ന് തീർച്ചയായിട്ടും നമുക്ക് അതൊരു ഇൻറ്റേഗ്രൽ പാർട്ട് പോലെ ആയിക്കഴിഞ്ഞു. നമ്മുടെ ജ്ഞാനായ തനിമ, ആ തനിമ നിലനിർത്തുവാൻ തക്കവണ്ണം നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. ഇനിയുമുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്ന മാമാങ്കവും അത് തന്നെയാണല്ലോ. അതുകൊണ്ട് നമുക്ക് സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ഈ സമൂഹത്തെ ആർക്കും ലിക്വിഡേറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അതിശക്തമായിട്ട് നിലനിർത്തുവാൻ കഴിയും. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ജ്ഞാനായ സമുദായം നിലനിൽക്കുമെന്ന് നിങ്ങളുടെയൊക്കെയും മുഖത്ത് കാണുന്ന ആ അനുഗ്രഹീതമായ വലിയ തീരുമാനങ്ങളോട് ചേർന്ന് ഞങ്ങൾ മെത്രാപ്പോലീത്തന്മാരും ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ്റെ എല്ലാ ഭാരവാഹികളെയും ഒരിക്കൽ കൂടെ പേരായി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അത്രയ്ക്കാണ് ഇവർ ദിനങ്ങളെ, അനേക ദിനരാത്രങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഷ്ടപ്പെട്ടു. പക്ഷേ സമയക്കുറവുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് മുഴുവൻ ഭാരവാഹികളോടും അതുപോലെ തന്നെ അഭിമന്യ പിതാവും ഇവിടെയൊക്കെ നാട്ടിൽ നിന്ന് കടന്നു വന്ന അഭിമന്യ പിതാവിനോട് ചേർന്ന് എല്ലാ വൈദിക ശ്രേഷ്ഠ സിസ്റ്റേഴ്സ്, ദൈവജനമേ, ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വ നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ അമേരിക്കയിലെ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടത്തക്ക വിധം അവരെ ഭൗതികമായ വളർച്ചയും അതിലുപരിയായി ദൈവത്തിന് സമർപ്പണമുള്ളവരായി ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.